നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ റോബർട്ടും ആൽബിയും കൂടെ ചേർന്നിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. ആൽബി റോബർട്ടിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് നേരെ കുളത്തൂപ്പുഴയ്ക്ക് പോലോ, എന്നിട്ടോ അവിടെ ചെന്നിട്ട് നമുക്ക് ലാലിച്ചനോട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞു. നല്ല കഥയെ ലാലിച്ച സമ്മതിക്കും തോന്നുന്നുണ്ടോ? അല്ല, പെണ്ണിനെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറയാം. അങ്ങനെയൊന്നും ഇറക്കി വിടത്തില്ല. എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ പെണ്ണിനെ നേരിട്ട് കണ്ട് സംസാരിച്ചാലോ? അല്ല, ആൽബിച്ചാൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, ആ പെണ്ണിനോട് നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ നീ നിന്നിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയാം. നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് പള്ളിയിൽ നിന്ന് അച്ഛനും MLA മാരും അങ്ങനെയൊക്കെ വരുമെന്നൊക്കെ പറയാം. അങ്ങനെ കുറച്ച് ഭീഷണി മുഴക്കുവാണെങ്കിൽ ചിലപ്പോൾ അവള് പോയാലോ എന്ന് ചോദിച്ചു. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിൽ അങ്ങനെ ചെന്ന് പറഞ്ഞെന്നെങ്ങാനും ലാലിച്ചാൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. എടാ, അതൊക്കെ നമുക്ക് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം. അല്ല, നമ്മളിവിടെ ഇരുന്ന് നാണം കെട്ടിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഷെറിനെയും കൊണ്ട് ആൻസി അങ്ങോട്ട് വന്നു. എന്താടി, എന്താ കാര്യം എന്താന്ന് റോബർട്ട് ചോദിച്ചു. അതെ, ഇവൾക്ക് ടോണീനെ കാണണമെന്ന്, ടോണിയുടെ അടുത്ത് പോകണമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആൽബി അങ്ങ് ചാടി എഴുന്നേറ്റു. നിനക്ക് ടോണിയെ കാണണം, ടോണിയുടെ അടുത്ത് പോകണമല്ലേ? അതെ, എനിക്ക് ടോണിച്ചാനെ കാണണമെന്ന് ഷെറിൻ പറഞ്ഞു. എടി, നല്ല ഒന്നാന്തരം ജീവിതം നിന്റെ കൈവെള്ളയിലേക്ക് വെച്ച് തന്നല്ലേ? നിനക്ക് വേണ്ടായിരുന്നല്ലോ. എടി, അവന് നിന്നെ വേണ്ട, അവന് ഉപേക്ഷിച്ചു പോയി. ഇല്ല, ടോണിച്ചാൻ ഉപേക്ഷിച്ചു പോയിട്ടൊന്നുമില്ല. ടോണിച്ചായൻ വന്നാണല്ലോ. പിന്നെ വന്നത് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നൊന്നും അല്ല അവന്. എടി, നിന്നെ എത്ര പൊന്നു പോലെ അടി, കൊഹ്നൂർ രക്തം പോലെ നിന്നെ ഉള്ളം കൈ കൊണ്ടുവരുന്നല്ലേ? എന്നിട്ട് നീയോ? അപ്പം നീ പിഴച്ച് പ്രസവിച്ച് നിന്റെ കുഞ്ഞിന്റെ പിന്നാലെ പോയി ഉള്ള ജീവിതം നശിപ്പിച്ചിട്ട് ഇപ്പം ടോണീനെ വേണം പോലും. പിന്നെ എനിക്ക് ടോണിച്ചാനെ വേണമെന്ന് പറഞ്ഞു. മിണ്ടര് നീയ, കയറിപ്പൊക്കോണകത്ത്. എങ്കിലൊരു കാര്യം ചെയ്യുക, എനിക്ക് എൻ്റെ കുഞ്ഞിനെ താ. നിനക്ക് കുഞ്ഞിനെയും തരത്തില്ല, ടോണീനെയും തരത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കിട്ടുമെന്ന് പറഞ്ഞ് കൈ വാങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആൻസി പറഞ്ഞു, എന്താ ആൽബിച്ചായത്? വയ്യാത്തല്ല ശരി, വയ്യാത്താണെങ്കിൽ അതുപോലെ ഇരിക്കണം. ഇവിടെ കൊണ്ടുപോയി ആ മുറിയിൽ അങ്ങനെ വിടും, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. നല്ല ഒന്നാം തന്നെ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ട് അതുപോലെയായിരുന്നു അവൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അവൾക്ക് അതൊന്നും പോരാ, അവൾക്ക് അപ്പം അതിനേക്കാളും കൂടുതൽ. അതെ, നിങ്ങൾ പറഞ്ഞൊക്കെ ഇവള് വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇവളുടെ കുഞ്ഞു മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചല്ലേ? അപ്പോഴേക്കും ഷെറും പറഞ്ഞു, എൻ്റെ കുഞ്ഞു മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചിട്ടൊന്നുമില്ല. മരിച്ചു പോയടി, ഇനി അത് ഉയർത്തെഴുന്നേറ്റ് വരത്തിലൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഒടുവിൽ ആൻസി ഷെറിനെയും കൊണ്ട് മുറിയിലേക്ക് പോയി. റോബർട്ടിനും ആൽബിക്കും ഭയങ്കര ദേഷ്യമായിരുന്നു ഷെറിന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഇതേ സമയത്ത് അലീന അവിടെയുള്ള കുറച്ച് ചെടികളൊക്കെ നനച്ചോണ്ടിരിക്കണം. അപ്പോഴേക്കും ആൻ്റപ്പൻ അങ്ങോട്ട് വന്നിട്ടിച്ചു, കുഞ്ഞെ നീ ഇതെന്താ കാണിക്കുക? ഇങ്ങതായിട്ട് ഞാൻ ചെയ്തോളാം. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടല്ലേ, രാവിലെ തന്നെ ചെയ്യേണ്ടല്ലേ? ഇതൊക്കെ വാടി നിൽക്കുന്നുണ്ടോ? അതെ, അവനോട് പറഞ്ഞ ബൈജുവിനോട്, അവൻ ചിലപ്പോൾ മറന്നു കാണൂന്നേ. ഇന്നലെയും ചെയ്തിട്ടില്ലാന്ന് തോന്നേ, ഇന്നലെ ഇതൊന്നും നനച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞെ, കേണൽ സാബിനോട് എങ്ങനും പറഞ്ഞു കൊടുക്കരുത്, അവൻ്റെ ജോലി പോകുമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നോക്കിയും കണ്ടും ചെയ്യേണ്ടല്ലേ, ഞാനിതൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ എങ്ങാനും പപ്പ വഴക്ക് പറയണേ പറഞ്ഞാൽ മതി. അതെ, ഞാൻ ബലമായിട്ട് വാങ്ങി ചെയ്താന്നും കൂടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അത് കുടിച്ചതിൻ്റെ കാർ അങ്ങോട്ട് വരുന്നത്. കാറ് കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇതിന്ന് പിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റപ്പൻ്റെ കയ്യിലേക്ക് ആ വാട്ടർ ബോട്ടിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അലീന മുറ്റത്തേക്ക് ഇറങ്ങി ഓടിച്ചെന്നു. അത് കുടിച്ചാൻ ഇറങ്ങി. അലീന പറഞ്ഞു, ഞാനേ കാത്ത് നിൽക്കുമായിരുന്നു വല്യപ്പച്ചൻ വരുന്നത്. ഓഹോ, നിനക്കറിയായിരുന്നോ ഞാൻ വരുമെന്ന്? പിന്നെ എനിക്കറിയില്ലായിരുന്നോ എന്ന് പറഞ്ഞിട്ട് അത് കുടിച്ച് എൻ്റെ കയ്യിലേക്ക് പിടിച്ചു. എത്ര ദിവസമായി ഇവിടെ നിന്ന് പോയിട്ട്, വല്ല ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. എത്ര ദിവസമോ? ഇടി, ഞാൻ ഇന്നലെ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും നീ ഞാൻ എത്ര ദിവസമായെന്ന്. നീ ആള് കൊള്ളാലോ എന്ന് പറഞ്ഞു. ഓ, ഇന്നലെ പോയതേ ഉള്ളല്ലേ, പിന്നല്ലാതെ ഒരൊറ്റ അടി അങ്ങ് വെച്ച് തന്നാണ്ടല്ലോ. അപ്പോഴേക്കും അലീന ചിരിച്ചു. ആ സമയം അവത് കുടിച്ച് ഞാൻ പറഞ്ഞു, സ്നേഹമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ തോന്നും. ഒരമണിക്കൂർ മാറി നിന്നിട്ടുണ്ടെങ്കിലേ അവർ പോയിട്ട് 3-4 ദിവസമായിട്ട് തോന്നുമെന്ന് പറഞ്ഞു. അലീന ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല പുനൂലിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പോയിട്ടോ? ഓ, ഒന്നും പറയണ്ട, അവിടെ ആകെപ്പാടെ കാര്യങ്ങളൊക്കെ കലങ്ങി മറിഞ്ഞു കിടക്കും എൻ്റെ മോളെ. എന്താ അവിടെ വലിയ മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നോ? നിന്റെ ഒരു തമാശ. അതല്ല, എന്താ? ഓ, ആൽബിയുടെ ഔസേപ്പച്ചൻ്റെ ഒക്കെ വീട്ടിലെ സുനാമിയായിരുന്നു. ആഹാ, അത് കൊള്ളാം. എന്നെ കൊണ്ട് അത്രയൊക്കെ സാധിച്ചല്ലേന്ന് ചോദിച്ചു. അതെ അതെ, ആകെപ്പാടെ പ്രശ്നമാണ്. എല്ലാവരും കൂടെ ഇവിടേക്ക് വന്നിട്ട് നിന്നെ ഇറക്കി വിടാനുള്ള പ്ലാനിങ്ങിലായിരുന്നു തോന്നുന്നത്. എന്നെ ഇറക്കി വിടാനോ? അതേന്നെ, പക്ഷെ ലാലിച്ചനെ പേടിയുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു വരാത്തെ. അല്ല,
പപ്പാനെ പേടിയാണോ? പിന്നല്ലാതെ. ലാലിച്ചിന്റെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് മുട്ട് വരയ്ക്കും. അവന്റെ കയ്യിൽ ഡബിൾ ബാരൻ ഗണ്ണ ഉള്ളതോ, ഒറ്റ ഒരെണ്ണം അടുക്കത്തില്ല. അവൻ സിംഹക്കുട്ടിയല്ലേന്ന് ചോദിച്ചു. അതുകൊണ്ട് മാത്ര, അല്ലെങ്കിൽ കാണായിരുന്നു ഇപ്പൊ. അല്ല, ഞാനപ്പം വലിയ പ്രശ്നക്കാരിയാണോ അപ്പച്ച? എൻ്റെ മോളെ, അങ്ങനെയൊന്നുമില്ല. നീ പ്രശ്നക്കാരിയൊന്നുമില്ല. നിന്നെ ഇവിടുന്ന് ആരും ഓടിച്ചു വിടാനൊന്നും പോകുന്നില്ല എൻ്റെ ചിന്നമ്മോ. നിനക്ക് ഇവിടെ നല്ല സുഖസുഭിക്ഷമായിട്ട് കഴിയാന്ന് പറഞ്ഞു. ആ പിന്നെ പോട്ടെ, ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, ഞാൻ സമരമുറ തുടങ്ങി. സമരമുറയോ? കൊടിയും പിടിച്ചോണ്ടോ? അതൊന്നുമല്ല, ഉപവാസ സമരം. ഓ, അവൻ്റെ അടുത്തോ? പട്ടാളക്കാരുടെ മുന്നിൽ തോക്കും പിടിച്ചോണ്ട് നിൽക്കുന്നവൻ അവന്. എന്നിട്ട് അവൻ്റെ മുന്നിൽ നീ സമരം? നീ പട്ടിണി കിടന്ന് ചത്തുപോകത്തുള്ളൂ വെച്ചേ. ആയിക്കോട്ടെ, പക്ഷേ അതിന് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളാ ഉപവാസ സമരം. ഒരു ദിവസം ഉപവാസം എടുത്താൽ പിറ്റേ ദിവസം മൂക്കുമുട്ട കഴിക്കും. എങ്ങനെയുണ്ട്? അതൊക്കെ കൊള്ളാം. പക്ഷേ ഈ ഫുഡ് കഴിക്കാതിരുന്നിട്ടുള്ള സമരം എന്ന് പറയുമ്പോൾ എനിക്കതും കൂടി ഇഷ്ടപ്പെടുന്നില്ല. ഓ, അതൊന്നും സാരമില്ല വല്യപ്പച്ച. എന്നാലും മോളെ, നിനക്ക് വിശക്കില്ലേ? ഓ, ഞാൻ ഓർഫനേജിലായിരുന്ന സമയത്തെ എത്ര ദിവസം ഇങ്ങനെ കഴിക്കാതൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉപവാസമൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ഉപവാസം എടുക്കുന്ന എന്തിനാണെന്നറിയാമോ? ഫുഡില്ലാത്തോണ്ടാ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് കുടിച്ച് എൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എന്നാലും വേണ്ടിയിരുന്നില്ല, എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ദേ വല്യപ്പച്ച എൻ്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞാ നിന്റെ വാക്ക് മാറില്ല. ഇല്ല, ഞാൻ എൻ്റെ ചിന്നമ്മോട് കൂടെയാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ ലാലിച്ചനെ. അതും പറഞ്ഞുകൊണ്ട് അത് കുട്ടിച്ചാന് സ്റ്റാലിയെ കാണാൻ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ്. അങ്ങനെ ഒടിയിൽ അവത് കുടിച്ചായന് സ്റ്റാലിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്ക് സ്റ്റാലി ചോദിച്ചു, അല്ല അപ്പച്ചൻ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, പെട്ടെന്ന് എന്താ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അത് പിന്നെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നടാ പെട്ടെന്ന് വരാമെന്ന്. ഓ അങ്ങനെ. അതെ അപ്പച്ച, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ആ, ഞാൻ അറിഞ്ഞു. അവളോട് അപ്പച്ചൻ പറഞ്ഞേക്കണം എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേക്കരുന്ന്. സ്റ്റാലിയുടെ സുപ്പീരിയേഴ്സ് നോക്കിയിട്ട് നടന്നില്ല. പിന്നെയാണ് അവള്. സ്റ്റാലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവത് കുടിച്ചാനും മനസ്സിലായി. സ്റ്റാലി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അവത് കുടിച്ചാൻ പറഞ്ഞു, എടാ ഒരെണ്ണം ഇങ്ങോട്ടേക്ക് ഒഴിക്കാൻ പറഞ്ഞിട്ട് ഗ്ലാസ് എടുത്തിട്ട് കൊടുത്തു. എന്ത് ധൈര്യത്തിലാ ഇത്? ആ പിന്നെ നീ ഒരെണ്ണം അങ്ങോട്ട് ഒഴിക്ക്. എനിക്ക് ചിന്നമ്മയെ പേടിയാണെന്നാണ് നീ വിചാരിച്ചിരിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അത് കുടിച്ചാൻ ഗ്ലാസ്സുമായിട്ട് അങ്ങോട്ട് ചെന്നു. സ്റ്റാലി ഒഴിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒറ്റ വലിക്ക് തന്നെ വല്യപ്പച്ചൻ അത് കുടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ദേ അപ്പച്ചൻ എൻ്റെ അടുത്ത് സന്ധ്യ സംഭാഷണത്തിന് വന്നാണെങ്കിൽ വേണ്ട കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ സന്ധി സംഭാഷണം നടത്താനായിട്ട് ഇതെന്താ, നീ എന്താ പാകിസ്ഥാൻ പട്ടാളം മേധാവിയോ? ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ. ഒരു സന്ധി സംഭാഷണം പോലും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ അപ്പച്ചൻ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? എടാ, ഞാൻ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടി വന്നൊന്നുമില്ല. പിന്നെ എൻ്റെ പട്ടി വരും അവൾക്ക് വേണ്ടി വക്കാലത്ത് വരാനായിട്ട്. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ വാശിക്ക് നിന്നേക്കാളും ഒട്ടും പുറയിലല്ല അവള്, ഒരു പടി മുന്നിലാന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും സ്റ്റാലി പറഞ്ഞു, അതെ അപ്പച്ചൻ അവളോട് പറഞ്ഞുതരാം, പട്ടിണി കിടന്ന് ഉള്ള ആരോഗ്യം കളയണ്ടെന്ന്. എടാ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണത്. ഇങ്ങനത്തെ വയ്യാവേലികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്ന കരുതിയിട്ടാ. നീ ഒരു കാര്യം ചെയ്യ, നൈസായിട്ട് അവളെ കൂടെ ഒഴിവാക്ക്. അവളെ കൊണ്ടേ കൊല്ലപ്പള്ളിക്ക് തന്നെ വിട്. അവർക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതല്ലേ, അവരവിടെ നിൽക്കട്ടെ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ മോളെ അവർ നോക്കണ്ട. എടാ, ഇനിയിപ്പോൾ അവളുടെ കല്യാണപ്രായമൊക്കെ ആയി വരുമല്ലേ, അവളെ കെട്ടിച്ചുകൊണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോളെ അവർക്ക് വിട്ടുകൊടുക്കാനാ. അതൊരു കാരണവശാലും ഇല്ല അപ്പച്ച. അവരോട് എനിക്ക് ദേഷ്യമാണ്, കാരണം മറ്റൊന്നുമല്ല. അത് കേട്ടതും അവത് കുട്ടിച്ചാൻ പറഞ്ഞു, എടാ അവരല്ല നിന്റെ മോളെ നിനക്ക് എത്തിച്ചെന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവരെൻ്റെ മോളെ ഉപേക്ഷിച്ചു. അതുകൊണ്ടല്ലേ അവൾ അനാഥാലയത്തിൽ വളരേണ്ട വന്നേ. അപ്പം പിന്നെ ഞാൻ കൊടുക്കണോ? അവർക്കിനി കൊടുക്കണോന്ന് ചോദിച്ചു. അവളുടെ ഉപവാസം നിർത്തിച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നോട് മല്ലടിച്ചോണ്ട് അവൾ നിൽക്കുന്നത്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യൽ ആലിച്ച, അവളോട് പറ, നിന്റെ തോന്നിയാസം ഒന്നും നടക്കത്തില്ല ഇവിടെ. നിന്റെ ഉപവാസമൊക്കെ അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് ഇരുന്നോളാന്. അല്ല, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ചിലപ്പം പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കെട്ടി പോയാലോ. എടാ, തുമ്മിയെ തെറിക്കുന്ന മൂക്കാണ്, ചുമ്മാ തെറിച്ചു പോട്ടേന്ന് വെക്കണം. നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ? അല്ല അപ്പച്ച, അവളെങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്കെന്താ? അല്ലെങ്കിൽ അവൾക്ക് ഈ കുടുംബത്തോട് വലിയ ആത്മബന്ധം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വന്നിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ ലാലിച്ച. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പിന്നെ ഒരു കാര്യമുണ്ടെടാ ലാലിച്ച, നിനക്ക് അവളോട് വലിയ ആത്മബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വലിയ സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ അപ്പച്ച, ഒരു കാര്യമുണ്ട്. മക്കൾക്ക് അപ്പനോട് സ്നേഹം ഉണ്ടെങ്കിൽ അപ്പം മക്കളെ സ്നേഹിക്കണം.
അറിയാലോ, സ്നേഹം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പനും മക്കളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലോ. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പച്ച. എനിക്ക് അവളെ പറഞ്ഞു വിടാൻ പറ്റില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പച്ചന് പോയിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന എന്തിനാ? എന്നെ കാണാൻ വേണ്ടൊന്നും അല്ലല്ലോ, ചിന്നമ്മേനെ കാണാനും ചിന്നമ്മയായിട്ട് കൂട്ടുകൂടാനും വേണ്ടല്ലേ? അല്ല, അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട അപ്പച്ചന്. അത് കുറിച്ച് മനസ്സിലായി തൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കപ്പെട്ടെന്നുള്ള കാര്യം. എടാ, ഞാൻ വന്നത് നിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാ, പിന്നെ എന്റെ പിന്തുണ വെറുതെ കള്ളത്തരം പറയല്ലേ അപ്പച്ച. എടാ അല്ലടാ, ആ റീത്താമയുണ്ടല്ലോ, ഇവിടുന്ന് അഞ്ജലി ചെന്നിട്ട് അവളുടെ വീട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. ആൽബീനെ റോബർട്ടിനെ ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കുക അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കണമെന്ന്. ഓഹോ, എങ്കിലും ഇങ്ങോട്ടേക്ക് വരട്ടെ, എല്ലാം കൂടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. എടാ, ഞാനത് അവന്മാരോട് പറഞ്ഞു, ഒറ്റോണത്തിന് ധൈര്യം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, അപ്പച്ചനിപ്പോൾ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നത് എന്തിനാന്ന് പറഞ്ഞില്ല? ഓ, അപ്പം നീയല്ലേ പറഞ്ഞത് ഞാൻ ചിന്നമ്മയുടെ കൂടെ കൂട്ടുകൂടാനാന്ന്? ഓ, അപ്പം അത് ശരിയല്ലേ, അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. അപ്പോഴേക്കും അത് കുടിച്ചാൻ പറഞ്ഞു, ഞാൻ അവളോട് പോയി ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോയി. അലീനയുടെ മോറിയുടെ കഥയിൽ പോയി മുട്ടുമ്പത്തേനും അലീന പറഞ്ഞ് തുറന്നോളാൻ പറഞ്ഞു. അത് കുടിച്ചാൻ തുറന്ന് അകത്തേക്ക് കയറി വന്നു. അപ്പോഴേക്കും അലീന ചോദിച്ചു, എന്തായി കാര്യങ്ങൾ? കേരള സഭയോട് സംസാരിച്ചോ? അവൻ അടുക്കുന്നില്ല മോളെ, നല്ല ദേഷ്യത്തിലാന്ന് പറഞ്ഞു. ആണോ? അതെ, വല്യപ്പച്ചൻ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി മോളെ. നിന്റെ ഈ ഉപവാസ സമരം ഒന്നൊക്കെയാന്ന് അവസാനിപ്പിച്ചുകൂടെ? എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അതിനൊരു മാറ്റമില്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് കുടിച്ചാൻ പറഞ്ഞു, ഞാൻ അവനോട് കുറെ പറഞ്ഞു നോക്കി. പക്ഷെ അവൻ പറയുന്നേ, ഇങ്ങനൊരു അഹങ്കാരി പെണ്ണിനെ എനിക്ക് മകളായിട്ട് വേണ്ടെന്നൊക്കെയോ. ഓ, അങ്ങനെയൊക്കെ പറഞ്ഞോ? അല്ല, അത് പിന്നെ വേണ്ട വല്യപ്പച്ച. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പപ്പയുടെ ഭാര്യയും മക്കളും എന്താ ഇങ്ങോട്ടേക്ക് വരാത്തെന്ന് ചോദിച്ചു. അതോ? അത് പിന്നെ എന്തേലും പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ വന്ന് താമസിക്കാതെ. അവരെന്തിനാ വേറെ വീടെടുത്ത് വേറെ പോയി താമസിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഇവിടെ വന്ന് പപ്പയുടെ കൂടെ ജീവിച്ച പോരെ? അങ്ങനെ നൂറ് സംശയങ്ങളായിരുന്നു അലീനയ്ക്ക്. ഒടുവിൽ അവത് കുടിച്ചാൻ അതിൻ്റെ മറുപടിയൊക്കെ പറയാൻ തുടങ്ങുകയാണ്. അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.